Welcome back to the channel. So, നമുക്കിനി നോക്കാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് CST206 മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 ഫസ്റ്റ് ടോപ്പിക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ ആണ്. മെയിൻലി രണ്ട് ടോപ്പിക്കാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. പ്രോസസ് സിങ്ക്രോണൈസേഷൻ ആൻഡ് ഡെഡ്ലോക്ക്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്രോസസ് സിങ്ക്രോണൈസേഷൻ. So before moving to the main topic process synchronization നമുക്ക് പഠിക്കണം എന്താണ് ഒരു പ്രോസസ്. So what is a process? ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനിൽ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ നമുക്ക് എന്തെന്ന് പറയാം പ്രോസസ്. സോ പ്രോസസ് ഈസ് നത്തിങ് ബട്ട് എ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ. നമുക്ക് രണ്ട് തരം പ്രോസസ്സാണ് പഠിക്കാനുള്ളത്, ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സും കോഓപ്പറേറ്റീവ് പ്രോസസ്സും. എന്താണ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് നോക്കാം. എക്സിക്യൂഷൻ ഓഫ് വൺ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് അഫക്ട് ദ എക്സിക്യൂഷൻ ഓഫ് അതർ പ്രോസസ്. അതായത് ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ മറ്റൊരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ്. ഇപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ മറ്റൊരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോഓപ്പറേറ്റീവ് പ്രോസസ്സ്. The process synchronization problem arises in case of cooperative process. Mainly cooperative processലാണ് process synchronization എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത. ഇൻഡിപെൻഡൻറ്റ് കോഓപ്പറേറ്റിംഗ് ഡയഗ്രാം ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ഉണ്ടാവുക, കോഓപ്പറേറ്റിംഗിലാണെങ്കിൽ ദേ ആർ ലിങ്ക്ഡ്. ഓക്കെ. So what is process synchronization? Coming to the main topic, the process synchronization means sharing the system resources by the process in such a way that the concurrent access to shared data is handled, thereby minimizing the chance of inconsistent data. So process synchronization എന്ന് പറയുന്നത് ഷെയറിംഗ് ദ സിസ്റ്റം റിസോഴ്സസ് പ്രോസസ്സുകൾക്ക് ഷെയർ ചെയ്യുക. എങ്ങനെയാണത് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ കൺകറന്റ് ആക്സസ് ടു ഷെയർ ഡേറ്റ ഹാൻഡിൽ ചെയ്തും അതുപോലെ ദ ഇൻകൺസിസ്റ്റന്റ് ഡേറ്റയുടെ ചാൻസ് കുറച്ചുമാണ് അവർ ആ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് നടത്തുന്നത്. ആ ഷെയറിംഗ് ഓഫ് റിസോഴ്സസിനെയാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒന്നും കൂടി പറയാം, എന്താണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ? പ്രോസസ് സിങ്ക്രണൈസേഷൻ മീൻസ് ദ ഷെയറിംഗ് ഓഫ് ദ സിസ്റ്റം റിസോഴ്സസ് by the process in such a way that concurrent access to shared data is handled and thereby minimizing the chance of inconsistent data. Inconsistent dataയുടെ ചാൻസ് കുറച്ചുകൊണ്ടുമാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ നടക്കുന്നത്. അതിൽ പ്രോസസ് സിങ്ക്രണൈസേഷൻ മെയിൻലി പ്രോസസ് സിങ്ക്രണൈസേഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് റേസ് കണ്ടീഷൻ. When more than one process are executing the same code or accessing the same memory or any shared variable or resource or code, in that condition there is a possibility that the output of the value of the shared variable is wrong. So for all the process doing the race to say that my output is correct, this condition is known as race condition. So എന്താണ് race condition? അതായത് ഒന്നിൽ അധികമോ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഷെയർ ചെയ്യാവുന്ന സെയിം മെമ്മറിയോ ഷെയർഡ് വേരിയബിളോ റിസോഴ്സസോ ഷെയർ ചെയ്യാനുണ്ട്. ആ ഒരു സമയത്ത് ആ കണ്ടീഷനിൽ there is a possibility of the output or the value of the shared variable. അതിപ്പോൾ ഷെയർ ചെയ്യുന്ന റിസോഴ്സ് ആയിക്കോട്ടെ വേരിയബിൾ ആയിട്ട് ആ ഷെയർ ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് റോങ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഫോർ ഓൾ ദാറ്റ് പ്രോസസ്, ഫോർ അങ്ങനത്തെ ഉള്ളപ്പോൾ എല്ലാ പ്രോസസ്സിനും ഡൂയിങ് റേസ് ടു സേ ദാറ്റ് മൈ ഔട്ട്പുട്ട് ഈസ് കറക്റ്റ്, ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് റേസ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് റേസ് കണ്ടീഷൻ ഒരു എക്സാമ്പിൾ ആണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ജസ്റ്റ് നോക്കുക. while counter is equal to buffer size. കൺസ്യൂമർ ആകുമ്പോൾ while true while counter equal to 0 ആകുമ്പോൾ നെക്സ്റ്റ് കൺസ്യൂംഡ് ഈക്വൽ ടു ബഫർ ഔട്ട് ആവും. അതേപോലെ ഔട്ട് ഈക്വൽ ടു ഔട്ട് പ്ലസ് 1% ബഫർ സൈസ് ആവുകയും ചെയ്യും. തിരിച്ച് പ്രൊഡ്യൂസറിലാണെങ്കിൽ ബഫർ ഇൻ ആണ് ഈക്വൽ ടു നെക്സ്റ്റ് പ്രൊഡ്യൂസ്. നേരത്തെ നെക്സ്റ്റ് കൺസ്യൂംഡ് എന്തായി ബഫർ ഔട്ടായി, ബഫർ ഇൻ എന്താവും ഇവിടെ നെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ് ആവും. അതേപോലെ ഇൻ ഈസ് ഈക്വൽ ടു ഇൻ പ്ലസ് 1% ബഫർ സൈസ്. കൺസ്യൂമറിലാകുമ്പോൾ ഔട്ട് ഈക്വൽ ടു ഔട്ട് പ്ലസ് 1 ബഫർ സൈസ്. കൗണ്ടർ പ്ലസും കൗണ്ടർ മൈനസ് വരെയും കൺസ്യൂമറിൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്താണെന്നാണ്. Consider a system of n processes. n processual system consider ചെയ്യുക with P0 to Pn-1. Each process has a critical section of segment of code. ഓരോ പ്രോസസ്സിന് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ഓഫ് കോഡ് കാണും. പ്രോസസ് മേ ബി എക്സ്ചേഞ്ചിങ് ദ കോമൺ വേരിയബിൾസ്, അപ്ഡേറ്റിംഗ് ടേബിൾ, റൈറ്റിംഗ് ഫയൽസ് എക്സെട്ര. പ്രോസസ് എന്ത് ചെയ്യാം? ചിലപ്പോൾ കോമൺ വേരിയബിൾസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് ദ ടേബിൾ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിംഗ് ദ ഫയൽ എക്സെട്ര ക്യാൻ ബി ഡൺ ബൈ ദ പ്രോസസ്. When one process in critical section, no other may be in its critical section. അപ്പോൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സും ആ ടൈമിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാവില്ല.
Critical section problem is to design protocol to solve this. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് critical section problem ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Each process must ask the permission to enter the critical section in entry section. Entry sectionൽ എന്ത് ചെയ്യണം? ഓരോ പ്രോസസ്സും critical sectionലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ മസ്റ്റ് ആയിട്ട് സീക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഫോളോ ദ critical section with exit section and remainder section. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു എൻട്രി സെക്ഷൻ വാങ്ങിച്ചിരിക്കണം. എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ sections contain the code which is used by the process in get end permission. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പ്രോസസ്സ് വാങ്ങുന്ന പെർമിഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കോഡാണ് എന്ത് എൻട്രി സെക്ഷനിൽ ഉള്ളത്. റിമൈൻഡർ സെക്ഷൻ എന്നുള്ള റിമൈനിങ് കോഡ് ഉണ്ടാവുന്ന റിമൈനിങ് സെക്ഷനിലായിരിക്കും. അതേപോലെ എക്സിറ്റ് സെക്ഷനിൽ കണ്ടെയ്ൻസ് എ കോഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ പ്രോസസ് ടു കം ഔട്ട് ഓഫ് ദ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത്, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി പ്രോസസ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോഡാണ് എക്സിറ്റ് സെക്ഷനിൽ ഉണ്ടാവും. സോ എക്സിറ്റ് സെക്ഷനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന കോഡ് എന്തായിരിക്കും? പ്രോസസ്സ് യൂസ് ചെയ്യുന്ന കോഡാണ്. അത് എന്തിനാണ്? ടു ഔട്ട്കം ഫ്രം ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി പ്രോസസ്സ് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് എക്സിറ്റ് സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. So, a solution to the critical section problem must satisfy the following 3 requirements. നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 കണ്ടീഷൻസ് ആണിത്. ഫസ്റ്റ് വൺ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സെക്കൻഡ് വൺ പ്രോഗ്രസ്, തേർഡ് വൺ ബൗണ്ടഡ് വെയിറ്റിംഗ്. എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് നോക്കാം. If process PA is executing in its critical section, then no other process can be executing in their critical section. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറയുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ PI എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ടിങ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാനും എക്സിക്യൂഷൻ നടത്താനും പറ്റത്തുള്ളൂ. ഇതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. നെക്സ്റ്റ് പ്രോഗ്രസ്. പ്രോഗ്രസ് എന്താ പറയുന്നത് നോക്കാം. ഇഫ് നോ പ്രോസസ് ഇസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, സം പ്രോസസ് വിഷ് ടു എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നോ പ്രോസസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. ആ സമയത്ത് ചില പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ then only those processes that are not executing in their remainder section can participate in deciding which will enter its critical section next. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ നെക്സ്റ്റ് ഏത് പ്രോസസ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് എൻ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഏത് റിമൈൻഡർ സെക്ഷനിൽ എക്സിക്യൂഷൻ ചെയ്യാത്ത പ്രോസസ്സ് ആയിരിക്കും. The process that are not executing in the remainder section. റിമൈൻഡർ സെക്ഷനിൽ എക്സിക്യൂഷൻ നടത്താത്ത പ്രോസസ്സിനായിരിക്കും നെക്സ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുക. ആൻഡ് ദിസ് സെലക്ഷൻ cannot be postponed indefinitely. ഓക്കെ. അപ്പോൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇതാണ്. ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂഷൻ ചെയ്യാത്ത പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യണമെന്ന് തോന്നിയാൽ then only those processes that are not executing in the remainder section. റിമൈൻഡർ സെക്ഷനിൽ എൻ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യാത്ത പ്രോസസ്സിന് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിൽ നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ എൻ്റർ ചെയ്യാനോ പറ്റത്തുള്ളൂ. ഇതാണ് പ്രോഗ്രസ് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബൗണ്ടഡ് വെയിറ്റിംഗ്. എന്താണ് ബൗണ്ടഡ് വെയിറ്റിംഗ്? There exists a bound or a limit on the number of times that other processes are allowed to enter its critical section after process has made a request to enter its critical section and before that request is granted. അതായത് ബോണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ടൈംസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും പ്രോസസ്സ് എന്ത് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് അലോ ചെയ്യുന്നത്. അതാണ് ഈ ബോണ്ടഡ് വെയിറ്റിംഗ്. ആ ടൈം ഓഫ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡാണ് ബോണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ നടുക്കിരിക്കുന്ന CS എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. ക്രിട്ടിക്കൽ സെക്ഷനിൽ അറ്റ് എ ടൈം P1 മാത്രമല്ല എൻ്റർ ചെയ്യുന്ന, ബാക്കി പ്രോസസ്സ് എൻ്റർ ആവുന്നുണ്ടോ? ഇല്ല. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കണ്ടീഷൻ പറയുന്നത്. അറ്റ് എ ടൈം ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ്സിന് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ബോണ്ടഡ് വെയിറ്റിംഗിൻ്റെ ഒരു നോക്കിയേ എക്സാമ്പിൾ ഒരു റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, P1 ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ ആദ്യത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിൽ 2 പ്രോസസ്സ് ഒരേപോലെ എൻ്റർ ചെയ്യാൻ നോക്കുന്ന ടൈമിൽ P1 എന്ത് ചെയ്തു ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ആവുകയും അതിനൊരു നിശ്ചിത ബോണ്ട് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈം കഴിയുമ്പോൾ നെക്സ്റ്റ് P2ന് എൻ്റർ ആവാനും പറ്റും. അതാണ് ബോണ്ടഡ് വെയിറ്റിംഗ്. ഓക്കെ.
നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. നമുക്ക് രണ്ട് അപ്രോച്ചസ് ആണ് മെയിൻലി ഉള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ കേർണൽ. കേർണൽ അനുസരിച്ച് രണ്ട് അപ്രോച്ചസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളത്. ഫസ്റ്റ് വൺ പ്രീഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രീഎംപ്റ്റീവ്. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലോസ് ദ പ്രീഎംപ്ഷൻ ഓഫ് പ്രോസസ് വെൻ റണ്ണിങ് ഇൻ കേർണൽ മോഡ്. കേർണൽ മോഡിൽ റണ്ണ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിന് പ്രീഎംപ്ഷൻ അലോ ചെയ്യുന്നതാണ് പ്രീഎംപ്റ്റീവ്. നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ റൺസ് അണ്ടിൽ എക്സിസ്റ്റ് കേർണൽ മോഡ്. കേർണൽ മോഡ് എക്സിസ്റ്റ് ആവുന്നത്, അതായത് കേർണൽ മോഡ് തീരുമ്പോൾ മാത്രമേ നോൺ പ്രീഎംപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇറ്റ് ബ്ലോക്സ് ഓർ വോളണ്ടറിലി വീൽസ് ദ CPU. എസെൻഷ്യലി ഫ്രീ ഓഫ് റേസ് കണ്ടീഷൻ കേർണൽ മോഡിലാണ്. കൂടുതലും കേർണൽ മോഡിലാണ്, റേസ് കണ്ടീഷൻ ഇല്ലാത്തത് കേർണൽ മോഡിലാണ്. എപ്പോൾ കേർണൽ മോഡിൽ നിന്ന് പുറത്ത് അണ്ടിൽ എക്സിറ്റ് ദ കേർണൽ മോഡിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ മാത്രമേ നോൺ പ്രീഎംപ്റ്റീവിൽ പ്രോസസ്സ് റൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിനി പഠിക്കാനുള്ള മൊഡ്യൂൾ 3ൽ നെക്സ്റ്റ് പാർട്ട് പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്താണെന്നാണ്. നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ സൊല്യൂഷൻ്റെ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷനാണ് പീറ്റേഴ്സൺ സൊല്യൂഷൻ. ഓക്കെ, സോ എന്താണ് ഈ പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്ന് പറയാം. We can present the solution because it provides a good algorithmic description of solving the critical section problem and illustrates some of the complexities involved in designing software that address the requirements of mutual exclusion, progress and bounded weight. അതായത് നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 കണ്ടീഷൻസ് പറഞ്ഞു. അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ആ 3 കണ്ടീഷൻസ്, അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്, ഈ 3 കണ്ടീഷൻസും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈനിങ് ആണ് പീറ്റേഴ്സൺ സൊല്യൂഷൻ്റെ ഡിസൈനിങ്. Peterson's solution is restricted to two processes that alternate the execution between the critical section and remainder section. അപ്പോൾ alternate execution ആണ് between critical section remainder section ഇടയ്ക്കുള്ള alternate execution ആയിരിക്കും രണ്ട് പ്രോസസ്സ് തമ്മിൽ പീറ്റേഴ്സൺ സൊല്യൂഷൻ നടക്കുക. അതായത് നമുക്ക് ഒരു എക്സാമ്പിളിൽ രണ്ട് പ്രോസസ്സ് എടുക്കാം. PI ആൻഡ് PJ എടുത്തു. ഈ രണ്ട് പ്രോസസ്സും രണ്ട് ഡേറ്റ ഐറ്റംസ് വെച്ച് ഷെയർ ചെയ്യും. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് PIയുടെ എക്സിക്യൂഷൻ ആണ്, ഇത് PJയുടെ. ഓക്കെ, സോ ഫസ്റ്റ് PIയുടെ നോക്കിയേ. പ്രോസസ് PI ഡു ഫ്ലാഗ് I ഈക്വൽ ടു ട്രൂ. ഫ്ലാഗ് I ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ PI ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ആവാൻ റെഡി ആയി എന്നാണ് എൻ്റെ അർത്ഥം. ടേൺ ഈക്വൽ ടു J എന്ന് പറഞ്ഞാൽ ഓക്കെ, ടേൺ ഈക്വൽ ടു J എന്ന് പറഞ്ഞാൽ ടേൺ യൂസ് ചെയ്ത് വിച്ച് ഹൂസ് ടേൺ ഈസ് ടു എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടേൺ. ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ആയി ഈസ് ടു എൻ്റർ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ് ടേൺ. അപ്പോൾ ടേൺ ഈക്വൽ ടു J എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അതായത് J എന്ന് പറയുന്ന പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് ടേൺ ചെയ്യാം, അതായത് എൻ്റർ ചെയ്യാം. വൈൽ ഫ്ലാഗ് J ആൻഡ് ടേൺ ഈക്വൽ ടു ഇതാണ് നമ്മുടെ കണ്ടീഷൻ മാർക്കറ്റ്. ഇതാണ് കണ്ടീഷൻ. ഇപ്പം നമ്മൾ പ്രോസസ് PI ആണ് ചെയ്യുന്നതെങ്കിൽ ഫ്ലാഗ് J കൊടുക്കണം. പ്രോസസ് PJ ആണ് കൊടുക്കുന്നത്, ഫ്ലാഗ് I കൊടുക്കണം. നമ്മൾ രണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് രണ്ട് പ്രോഗ്രാമിൽ ചെയ്യേണ്ടത്. ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്ലാഗ് I ഈക്വൽ ടു ഫോൾസ്. ഫ്ലാഗ് I ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നതാണ്. കം ഔട്ട് ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷനാണ് ഫ്ലാഗ് I ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് റിമൈൻഡർ സെക്ഷൻ വൈൽ ട്രൂ. ഓക്കെ, അതേപോലെ PJ ആണെങ്കിൽ നോക്കി. പ്രോസസ് PJ ഡു ഫ്ലാഗ് J ഈക്വൽ ടു ട്രൂ. അതായത് PJ ഈസ് റെഡി ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ടേൺ ഈക്വൽ ടു I. ടേൺ ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റർ ആവാതെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ആവാൻ വേണ്ടി ഓക്കെ ആണ്, റെഡിയാണ്. ഓക്കെ, എൻ്റർ ആകുകയാണ്. എൻ്റർ ആവാൻ വേണ്ടിയുള്ള ഇൻഡിക്കേഷനാണ് ടേൺ. ഓക്കെ, വൈൽ ഫ്ലാഗ് I ആൻഡ് ടേൺ ഈക്വൽ ടു I ക്രിട്ടിക്കൽ സെക്ഷൻ, ഫ്ലാഗ് J ഈക്വൽ ടു ഫോൾസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് കം ഔട്ടായി, റിമൈൻഡർ സെക്ഷൻ വൈൽ ട്രൂ. ഓക്കെ.